വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ബ്രയോഫൈറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഒന്നാമത്തത്, എലേറ്റേഴ്സ് ഹെൽപ്പ് ഇൻ സ്പോർ ഡിസ്പേഴ്സൽ ബൈ ഹൈഗ്രോസ്കോപ്പിക് മൂവ്മെന്റ്. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, ബ്രയോഫൈറ്റ് പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ റിക്സിയ, മാർക്ക, ആ ഒരു ഹെപ്പാറ്റിക്കോപ്സിഡയിൽ വരുന്ന ഗ്രൂപ്പ്സ് റിക്സിയ, മാർക്കാൻഷ്യ, അങ്ങനെയുള്ള എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പം ഈ ഒരു എലേറ്റേഴ്സ് ആബ്സെന്റ് ആയിട്ടുള്ളത് റിക്സിയയിലാണെന്ന് ഒരു കാര്യം പഠിച്ചു വെക്കുക. പിന്നെ എലേറ്റേഴ്സ് മാർക്കാൻഷ്യയിൽ പ്രസന്റ് ആണ്. അപ്പൊ ആ ഒരു എലേറ്റേഴ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പൊ ഒരു സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള പോർഷൻസിലാണ് ഈ ഒരു എലേറ്റേഴ്സ് ഉള്ളത്. ആർക്കിഗോണിയം വഴി ഉണ്ടാകുന്നത് ഒരു സ്പോർ ഡിസ്പേഴ്സലിന് സഹായിക്കുന്നതാണ് എലേറ്റേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എലേറ്റേഴ്സ് ഹെൽപ്സ് ഇൻ സ്പോർ ഡിസ്പേഴ്സൽ ബൈ ഹൈഗ്രോസ്കോപ്പിക് മൂവ്മെന്റ് ആണ്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുന്നത് വാട്ടറിനെ റെഡിലി അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്സോർബ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അവ മാർക്കാൻഷ്യയിലാണ് കാണുന്നത്. ഹ്യൂമിഡിറ്റി ചേഞ്ചിനനുസരിച്ചിട്ട് ഈ എലേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ നോക്കി, സ്പോറോഫൈറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഓട്ടോട്രോഫിക് ഇൻ ഓൾ ബ്രയോഫൈറ്റ്സ്. ആണോ? ബ്രയോഫൈറ്റ്സിലെ ഡോമിനന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഗ്യാമറ്റോഫൈറ്റ് ആണ്. സ്പോറോഫൈറ്റ് ഗ്യാമറ്റോഫൈറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. സ്പോറോഫൈറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഗ്യാമറ്റോഫൈറ്റ് ഫോർ ന്യൂട്രീഷൻ എക്സെപ്റ്റ് പാർഷ്യലി ഫോട്ടോസിന്തസിസ് ഇൻ ആന്തോസിറോസ്. ആന്തോസിറോസിൽ പാർഷ്യലി ഫോട്ടോസിന്തറ്റിക് ആണ്. ബാക്കി എല്ലാം ഹെറ്ററോട്രോപിക് ആയിട്ടുള്ളതാണ്. ന്യൂട്രീഷന് വേണ്ടിയിട്ട് ഗ്യാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആന്ത്രിഡിയോഫോർ ആൻഡ് ആർക്കിഗോണിയോഫോർ ആർ സ്റ്റോക്ഡ് സ്ട്രക്ചേഴ്സ് ഇൻ മാർക്കാൻഷ്യ. മാർക്കാൻഷ്യയുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഗെമറ്റോഫോർസ് ആണ് ആന്ത്രിഡിയോഫോറും ആർക്കിഗോണിയോഫോറും. ഓക്കെ, ആന്ത്രിഡിയോഫോർ മെയിലും ആർക്കിഗോണിയോഫോർ ഫീമെയിൽ ഓർഗൻസും ആണ്. അവ സ്റ്റോക്ക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ MSc ബോട്ടണിക്ക് വരെ ഈ ഒരു എന്താ സ്പീഷീസ് ബേസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്റർകാലറി മെരിസ്റ്റം ഈസ് പ്രസന്റ് ഇൻ റിക്സിയ സ്പോറോഫൈറ്റ്. ആണോ? അല്ല. നമുക്കറിയാം റിക്സിയ വളരെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതാണ് റിക്സിയ എന്ന് പറയുന്നത്. ആ ഒരു റിക്സിയയിൽ പ്രസന്റ് അല്ല. ഇന്റർകാലറി മെരിസ്റ്റം പ്രസന്റ് ആയിട്ടുള്ളത് ആന്തോസിറോസിലാണെന്ന് പഠിച്ചു വെക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ നോക്കി, റിക്സിയ ഹാസ് എലേറ്റേഴ്സ് ഇൻ സ്പോറോഫൈറ്റ്. റീസൺ, എലേറ്റേഴ്സ് ഹെൽപ്സ് ഇൻ സ്പോർ ഡിസ്പേഴ്സൽ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അല്ലേ? എലേറ്റേഴ്സ് എന്ന് പറയുന്നത് സ്പോർ ഡിസ്പേഴ്സലിനെ സഹായിക്കുന്നതാണ്. പക്ഷെ അസേർഷൻ നോക്കി, റിക്സിയയിൽ ഇലേറ്റേഴ്സ് പ്രസന്റ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ റിക്സിയയിൽ എന്താണ്? ഇലേറ്റേഴ്സ് ആബ്സെന്റ് ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. 6 ട്രൂ ആണ്. ഓക്കെ, ഇലേറ്റേഴ്സ് റിക്സിയയിൽ ആബ്സെന്റ് ആണ്. ഓക്കെ, third question, which of the following is not a feature of മാർക്കാൻഷ്യ? മാർക്കാൻഷ്യയുടെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. നോട്ട് ആണ് ട്ടോ. ഒന്നാമത്തത്, presence of anthridiophore and archegoniophore. ആൻസർ കറക്റ്റ് ആണ് അല്ലേ? then B നോക്കിയേ, sporophyte depend on gametophyte no for nutrition. ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലേ? then നോക്കിയേ, capsule with operculum and peristome teeth. നമ്മൾ മാർക്കാൻഷ്യയുടെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഈ ഒരു ക്യാപ്സ്യൂളും ഓപ്പർക്കുലം പഠിക്കുന്നുണ്ടോ? then D നോക്കിയേ, താലസ് വിത്ത് എയർ ചാമ്പർ ആൻഡ് എയർ പോർ. ഇനി സപ്പോസ് ഈ ഒരു C എന്നുള്ള ഓപ്ഷൻ നമുക്ക് അറിയില്ല എങ്കിലും നമുക്ക് എയും ബിയും ഡിയും ശരിയാണ് എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അല്ലെ? നമ്മൾ സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആൻസർ ഏതായിരിക്കും? C ആണ്. ഓക്കെ, ക്യാപ്സ്യൂളിൽ ഓപ്പർക്കുലവും പെരിസ്റ്റോം ടീത്തും ഏതിലില്ല? മാർക്കാൻഷ്യയിലില്ല. അത് ഫിനോറിയിലും ആന്തോസറോസിലും ഒക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ടേംസ് പറയുന്നത്. ഓക്കെ, എ ബിയും ഡി ആണ്. സി ഇസ് നോട്ട് റിലേറ്റഡ്. അവയൊക്കെ ഫ്യൂണേറിയയിലൊക്കെയാണ് ഉള്ളത്. ഓക്കെ, മാർക്കാൻഷ്യ പോലുള്ള ലിവോബേർഡ്സിൽ പെരിസ്റ്റോമും ഓപ്പർക്യുലംസും ആബ്സെന്റ് ആണ്. Then fourth question, sporophyte completely embedded in gametophyte is seen in. താഴെ തന്നിരിക്കുന്നവയിൽ സ്പോറോഫൈറ്റ് ഗാമറ്റോഫൈറ്റിൽ കംപ്ലീറ്റ്ലി എംബഡഡ് ആയിട്ട് കാണുന്നത് ഏതിലാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് ആയിട്ടുള്ള റിക്സി ആണ്. ഓക്കെ,
The next, pseudo elaters are found in. താഴെ തന്നിരിക്കുന്നവയിൽ pseudo elaters ഏതിലാണ് ഫൗണ്ട് ആയിട്ടുള്ളത്? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ആന്തോസിറോസ് ആണ്. ഇലേറ്റേഴ്സ് ഫൗണ്ട് ആയിട്ടുള്ളത് ഏതിലാണ്? മാർക്കാൻഷ്യയിലാണ്. ഓക്കെ. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് ആണ്. മോസ് അല്ലെങ്കിൽ ഹോൺവേർഡ് ജെനേറ അവയുടെ ക്യാരക്ടേഴ്സും ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തത് ഫ്യൂണേറി ആണ്. ഫ്യൂണേറിയുടെ ക്യാരക്ടർ ഇതിൽ ഏതാണ്? നമ്മൾ തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇന്റർകാലറി മെരിസ്റ്റം ഇൻ സ്പോറോഫൈറ്റ് ആണോ? വാട്ടർ സ്റ്റോറേജ് സെൽ ഇൻ ലീവ്സ് ആണോ? ഓപ്പക്യുലം ആൻഡ് പെരിസ്റ്റോം വിത്ത് ടീത്ത് ഇൻ ക്യാപ്സ്യൂൾ ആണോ? സബ്മേർജ്ഡ് മോസസ് ആണോ? നമ്മൾ ആദ്യം ആ ഒരു ക്വസ്റ്റ്യനിൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുണ്ട്. ഓപ്പർക്കുലവും പെരിസ്റ്റോം ടീത്ത് ക്യാപ്സ്യൂളും പ്രസന്റ് ആയിട്ടുള്ളത് ഫ്യൂണേറിയയിലാണ്. ഒന്നാമത്തത് സി ആണ്. സ്ഫാഗ്നം നമ്മൾ പീറ്റ് മോസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പീറ്റ് മോസ് നമ്മൾ ഒരു പീറ്റ് മോസ് ഒക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? ഒരു ഫ്ലോറികൾച്ചറിൽ പാക്കേജിങ് മെറ്റീരിയൽസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ലീവ്സിൽ വാട്ടർ സ്റ്റോറേജ് സെൽസ് ഉണ്ട്. സോ ആ ഒരു എന്താ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഫാഗ്നം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ആന്തോസിറോസ് എന്ന് പറയുന്നത് ഇന്റർ കാലറി മെരിസ്റ്റം. സ്പോറോഫൈറ്റിൽ ഇന്റർ കാലറി മെരിസ്റ്റം പ്രസന്റ് ആയിട്ടുള്ളത് ആന്തോസിറോസിലാണ്. ബാക്കിയുള്ളത് ഫോണ്ടിനാലിസ് ആണ്. സബ്മേർജ്ഡ് മോസസ് ഇൻ ക്ലീൻ സ്ട്രീം ആണ്. ഓക്കെ, ക്ലീൻ സ്ട്രീമിൽ കാണുന്നതാണ്. നെക്സ്റ്റ്, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എലേറ്റേഴ്സ് ആർ ഫൗണ്ട് ഇൻ. താഴെ തന്നിരിക്കുന്നവയിൽ എലേറ്റേഴ്സ് ഫൗണ്ട് ആയിട്ടുള്ളത് ഏതിലാണ്? നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഏതാണ്? മാർക്കാൻഷ്യയാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫ്യൂനേറിയ ഈസ് ട്രൂ? ഫ്യൂനേറിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? നോക്കി, ഒന്നാമത്തത് ക്യാപ്സ്യൂൾ ലാക്സ് പെരിസ്റ്റോം ടീത്ത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല. ഫ്യൂനേറിയയിൽ എന്ത് പ്രസന്റ് ആണ്? ക്യാപ്സ്യൂളും പെരിസ്റ്റോം. ക്യാപ്സ്യൂളിൽ പെരിസ്റ്റോം ടീത്ത് പ്രസന്റ് ആണ്. റൈസോയിഡ്സ് ആർ മൾട്ടി സെല്ലുലാർ. Gametophyte is dependent on sporophyte. Sporophyte has intercalary meristem. Intercalary meristem present ആയിട്ടുള്ളത് ആന്തോസിറോസിൽ ആയിരുന്നു അല്ലേ? അപ്പൊ ഈ ആൻസർ ഏതാണ് വരിക? റൈസോയിഡ്സ് ആർ മൾട്ടി സെല്ലുലാർ അല്ലേ? ഈ ഒരു ഗാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റിലാണോ? ഒരു ബ്രയോഫൈറ്റിലും ഗാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റുമായിട്ട് ഡിപ്പെൻഡന്റ് അല്ല. അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. സ്പോറോഫൈറ്റിൽ ഇന്റർകാലറി മെരിസ്റ്റം ഉള്ളത് ആന്തോസിറോസിലാണ്. ഫ്യൂനേറിയയിൽ പെരിസ്റ്റോമും പ്രസന്റുമാണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? റൈസോയിഡ്സ് മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ, ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗാമറ്റോഫൈറ്റ് ആണ് ഡോമിനന്റ് വരുന്നത്. Next, which MOS is used as a bio indicator? നമ്മൾ ആ ഒരു പൊല്യൂഷൻ കൺട്രോൾ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ബ്രയോഫൈറ്റിന്റെ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട് സിലബസിൽ. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ബയോ ഇൻഡിക്കേറ്റർ ഓഫ് വാട്ടർ ക്വാളിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ബയോ ഇൻഡിക്കേറ്റർ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഫോണ്ടിനാലിസ് ആണ്. അപ്പൊ നമുക്ക് ഒരു പൊല്യൂഷൻ കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. അപ്പൊ ഒന്നാമത്തത് സ്ഫാഗ്നം ആണ്. സ്ഫാഗ്നം എന്ന് പറയുന്നത് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് ഫോണ്ടിനാലിസ് ആണ് കേട്ടോ. അക്വാട്ടിക് ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹെവി മെറ്റലിന്റെ അബ്സോർപ്ഷനും ആയിട്ടാണ് സ്ഫാഗ്നം റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്യൂനേറിയ ആൻഡ് ബ്രയം എന്ന് പറയുന്നത് മെറ്റൽ അക്യുമുലേഷനും എയർ മോണിറ്ററിങ്ങിനും വേണ്ടിയിട്ടാണ് ഫ്യൂനേറിയ അല്ലെങ്കിൽ ബ്രയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ടേം പഠിച്ചു വെക്കുക. So ഇത് ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മോസ് ഈസ് എ ബയോ ഇൻഡിക്കേറ്റർ ഓഫ് അർബൻ എയർ പൊല്യൂഷൻ? അർബൻ എയർ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാണ് വരിക? ബ്രയം ആണ്. ഇനി നമുക്ക് അത് കൂടാതെ മെഡിസിനൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ബ്രയോഫൈറ്റും കൂടി പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ മാർക്കാൻഷ്യ റിക്സിയ എന്ന് പറയുന്നത് ആന്റി മൈക്രോബിയൽ വൂണ്ട് ഹീലിംഗ് എബിലിറ്റി ഉള്ളതാണ്. പോളിട്രിക്കം ഡൈയൂററ്റിക് അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്ഫാഗ്നം അബ്സോർബന്റ് ആൻഡ് ബാൻഡേജസ് ആയിട്ടും പ്ലാജിയോചാസ്മ എന്ന് പറയുന്നത് ലിവർ ഡിസോർഡേഴ്സിനും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, Then next question, the sporophyte with elaters is seen in. കുറേ പ്രാവശ്യം പല തവണ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഇലേറ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ വരിക? മാർക്കാൻഷ്യ ആണ്. Okay, then 12th question, the moss used as a packaging material. നമ്മൾ peat moss എന്ന് പറയുന്നതാണല്ലേ, അത് ഏതിലാണ്? സ്ഫാഗ്നം ആണ്. Okay, then last question ആണ്, in Anthosperose the sporophyte is short lived, embedded
Horn-like photosynthetic with a basal meristem, erect capsule on seta, covered by gemmae. ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? ആൻഡോസിറോസ് എന്ന് പറയുന്നത് ഹോൺവേർഡ്സിൽ വരുന്ന കാറ്റഗറി ആണ് അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് ഹോൺ ലൈക്ക് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് വിത്ത് ബേസൽ മെരിസ്റ്റം ആണ്. അപ്പൊ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു മോക്ക് ടെസ്റ്റിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് പാർട്ടും കൂടി അപ്ലോഡ് ചെയ്യാം. കാരണം മറ്റു ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ഈ ഒരു നെക്ക് കനാൽ സെൽസിന്റെ നമ്പർ, പ്രൊട്ടക്റ്റീവ് ലെയേഴ്സിന്റെ നമ്പർ, അവയുടെ ഒറിജിൻ ഒക്കെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇലോങ്ങേറ്റ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പാർട്ടായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പൊ എക്സാമിന് മുന്നേ മറ്റൊരു പാർട്ട് കൂടി ഓൾറെഡി ഇട്ട എല്ലാ മോക്ക് ടെസ്റ്റിൻ്റെതും ഇടുന്നതായിരിക്കും. സോ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.